മഞ്ഞൾ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ ഒന്നാണ്. ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ തടയാനും ശരീരത്തിന് പ്രതിരോധശേഷി നൽകാനുമെല്ലാം ഏറെ ഗുണകരം. മഞ്ഞളിലെ കുർക്കുമിനാണ് പ്രധാനമായും ഇത്തരം ഗുണങ്ങൾ നൽകുന്നത്. എന്നാൽ മഞ്ഞൾ ചില പ്രത്യേക മരുന്നുകൾ കഴിക്കുന്നതും ചില പ്രത്യേക ശാരീരിക അവസ്ഥകളിലും ഒഴിവാക്കുന്നതാണ് ഗുണകരം. ഏതെല്ലാം അവസ്ഥകളിലാണ് മഞ്ഞൾ ഒഴിവാക്കുന്നത് ഗുണം ചെയ്യുന്നതെന്നറിയൂ. മഞ്ഞളിന് BP കുറയ്ക്കാനുള്ള സ്വാഭാവിക കഴിവുണ്ട്. ഇതുകൊണ്ട് തന്നെ പ്രമേഹത്തിനുള്ള മരുന്ന് കഴിക്കുന്നവർ മഞ്ഞൾ കഴിക്കുമ്പോൾ ഇത് ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥയ്ക്ക് കാരണമാകും. അതായത് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് ക്രമാതീതമായി കുറയുന്ന അവസ്ഥ. ഗർഭകാലത്ത് മഞ്ഞളിൻ്റെ ഉപയോഗം കുറയ്ക്കുക. കാരണം ഇത് മാസമുറയ്ക്ക് കാരണമാകുകയോ യൂട്രസ് ഉത്തേജനത്തിന് കാരണമാകുകയോ ചെയ്യാം. ഇത് അബോർഷൻ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഗോൾ സ്റ്റോൺ, ഗോൾ ബ്ലാഡർ പ്രശ്നങ്ങളുള്ളവർ മഞ്ഞൾ കഴിവതും കുറയ്ക്കുന്നതാണ് നല്ലത്. കിഡ്നി സ്റ്റോൺ പോലുള്ള പ്രശ്നങ്ങളെങ്കിലും മഞ്ഞളധികം നല്ലതല്ല. ഇതിലെ ഓക്സലേറ്റുകൾ സ്റ്റോൺ ഉണ്ടാക്കുവാൻ കാരണമാകും. രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കാൻ മഞ്ഞളിന് സാധിക്കും. ഇതുകൊണ്ട് തന്നെ ബ്ലീഡിംഗ് പ്രശ്നമുള്ളവരും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ശസ്ത്രക്രിയ ഉള്ളവരെങ്കിൽ ഇതിന് 2 ആഴ്ച മുൻപും ശേഷവും മഞ്ഞൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ബ്ലീഡിംഗ് അധികമാക്കും. ബ്ലഡ് കോട്ടിംഗ് മരുന്നുകൾ കഴിക്കുന്നവർ ബ്ലീഡിംഗ് കാരണമാകുമെന്നതിനാൽ മഞ്ഞൾ ഒഴിവാക്കുക. വയറ്റിൽ ആസിഡ് ഉൽപാദനത്തിന് മഞ്ഞൾ കാരണമാകും. ഇതുകൊണ്ട് തന്നെ അസിഡിറ്റി പ്രശ്നങ്ങളും ഉണ്ടാകും. നെഞ്ചരിച്ചിൽ പോലുള്ളവയ്ക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് ഈ മരുന്നിൻ്റെ ഗുണമില്ലാതാക്കാൻ മഞ്ഞൾ കാരണമാകും.